ഹായ് ഫ്രണ്ട്സ്, സാബിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. OTT അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന 5 സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പിന്നെ ഏതൊക്കെ സിനിമകളാണ് നോക്കാം നമുക്ക്. ഏതൊക്കെ സിനിമകളാണ് നോക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സിനിമകളെക്കുറിച്ചും സീരീസുകളെ കുറിച്ചൊക്കെ ചർച്ചകൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇന്നലെ തിയേറ്റർ റിലീസ് ചെയ്ത പിന്നെ അന്വേഷിപ്പിങ് കണ്ടെത്തും, അതുപോലെ തന്നെ പ്രേമലു, ഈ 2 സിനിമകൾ കണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് റിവ്യൂസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം. വേറെ സിനിമകളുടെ സീരീസുകളിലൊക്കെ റിവ്യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ 5 സിനിമകളാണ് നോക്കാം. 5 സിനിമകളുടെ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തെ സിനിമ നാഗാർജുന പ്രധാന വേഷം കൈകാര്യം ചെയ്ത തെലുങ്ക് മൂവിയായിരുന്നു ന സാമി രംഗ എന്ന് പറഞ്ഞ സിനിമ. മലയാള സിനിമയായിരുന്ന പൊറിഞ്ചു മറൈൻ ജോസിൻ്റെ ഒഫീഷ്യൽ തെലുങ്ക് റീമേക്ക് ആയിരുന്നു ഈ ഒരു സിനിമ. തിയേറ്ററിൽ വലിയൊരു വിജയം കരസ്ഥമാക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല. ഫെബ്രുവരി മാസം 17-ാം തീയതി Disney+ ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. തെലുങ്ക്, തമിഴ്, ഹിന്ദി ഭാഷയിലായിരിക്കും വരിക എന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ. ചിലപ്പോൾ മലയാളം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഹിന്ദിയിൽ റിലീസ് ചെയ്ത് പിന്നെ സൂപ്പർ ഹിറ്റായി മാറിയ സിനിമയായിരുന്നു, വിവാദമായി മാറിയ സിനിമയായിരുന്നു കേരള സ്റ്റോറി ആയിരുന്ന സിനിമ. കുറേ കാലമായി ഈ ഒരു സിനിമ എന്ന് റിലീസ് ചെയ്യുന്നുള്ള പലരും കമന്റ് ബോക്സ് ചോദിക്കാറുണ്ടായിരുന്നു. ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇപ്പോൾ C5ൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ്. C5ലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഫെബ്രുവരി മാസം 16-ാം തീയതി C5 വഴി ഈ ഒരു സിനിമ ഹിന്ദി ഭാഷ കൂടാതെ മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. ഫെബ്രുവരി മാസം 16-ന് ദ കേരള സ്റ്റോറി വരുന്നതാണ്. അടുത്ത സലാർ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ്, പ്രഭാസ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു സലാർ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ഇതിനു മുമ്പേ തന്നെ നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്തതാണ്, പക്ഷേ ഹിന്ദി ഭാഷയിൽ വന്നിട്ടില്ലായിരുന്നു. ഹിന്ദി ഭാഷയിൽ ഇപ്പോൾ ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിലല്ല, Disney+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സിനിമയുടെ ഹിന്ദി ഡബ്ഡ് വേർഷൻ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഫെബ്രുവരി മാസം 16-ാം തീയതി ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ. അടുത്തത് മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്ത മഹാറാണി എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. പലരും കമന്റ് ബോക്സിലും പിന്നെന്താ പറയുക, കമന്റ് ബോക്സിൽ അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ മഹാറാണി എന്ന് പറഞ്ഞ സിനിമ എന്ന് റിലീസ് ചെയ്യുന്നുള്ളത്. ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ OTT പ്ലാറ്റ്ഫോം ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഒഫീഷ്യൽ, അതായത് റിലീസ് ഡേറ്റോ കമ്മിങ് സൂൺ പോസ്റ്ററോ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനിയുടെ കേസ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഹൈറിച്ചിൻ്റെ ആണ് OTT പ്ലാറ്റ്ഫോം ആയിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഈ കേസ് എന്തെങ്കിലും ഒന്നായിട്ട് മാത്രമേ ചിലപ്പോൾ ഈ സിനിമ OTT റിലീസ് ചെയ്യുന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ അടുത്തൊന്നും വരാൻ ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത്. പിന്നെ പലരും കമന്റ് ബോക്സ് ചോദിക്കാറുണ്ടായിരുന്നു ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പം അടുത്തത് നമ്മുടെ പിന്നെ ജയറാമേട്ടനും അതുപോലെ തന്നെ മമ്മൂക്കയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമ. 2024 ഈ വർഷത്തെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം ആയിരുന്നു എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ സിനിമയുടെ OTT റൈറ്റ്സ് മാറിയിരിക്കുകയാണ്. Disney+ ഹോട്ട്സ്റ്റാറിലേക്കാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത്. ഫെബ്രുവരി മാസം 16-നോ അല്ലെങ്കിൽ 23-നോ ഈ 2 ഡേറ്റുകളാണ് ഇപ്പോൾ എക്സ്പെക്റ്റഡ് ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഈ ഒരു സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നതാണ്. Disney+ ഹോട്ട്സ്റ്റാർ വഴിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത് എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമ. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ്, ഈ 5 സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ ഇന്നും ഇന്നലേക്കായിട്ട് ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെ സിനിമകൾ കണ്ടു, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.